ഗുഡ് മോർണിംഗ് ടു ഓൾ. എ പ്ലസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററായ സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഈ ചാപ്റ്ററിൽ എക്സാമിന് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉള്ള ഇമ്പോർട്ടന്റ് പോർഷൻസ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വരാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ മോഡൽസും കൂടെ ഇന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പം സൗണ്ട് വേവ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു ചാപ്റ്റർ നമ്മൾ 3 സെക്ഷൻ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ ഒരു സെക്ഷനിൽ ഓസിലേഷനും അതുപോലെ തന്നെ അതിനെപ്പറ്റി ടൈം പീരീഡ്, ഫ്രീക്വൻസി അങ്ങനെയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. രണ്ടാമത്തെ സെക്ഷനിൽ നമുക്ക് വേവ് മോഷൻ അഥവാ തരംഗ ചലനമാണ് പഠിക്കാനുള്ളത്. മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ ശബ്ദത്തിനെ പറ്റി, സൗണ്ടിനെ പറ്റി പഠിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ സെക്ഷനിൽ ഓസിലേഷൻ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ് ഫ്രീക്വൻസിയും ടൈം പീരീഡും. ഫ്രീക്വൻസിയും ടൈം പീരീഡും നമുക്കൊന്ന് നോക്കാം. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ആവർത്തി അല്ലേ? എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ പൂർത്തിയാക്കുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയാം. അതേസമയം പീരീഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പീരീഡ് അഥവാ ടൈം പീരീഡ് എന്ന് പറയാം. അപ്പൊ പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ ആ ടൈം പീരീഡ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. ടൈം പീരീഡിനെ നമ്മൾ ഏത് ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക? ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് സൂചിപ്പിക്കുക. അപ്പൊ പീരീഡ് ആക്ച്വലി ടൈം പീരീഡ് ആണ്, അതുകൊണ്ടാണ് ഈ ക്യാപിറ്റൽ ടി വന്നത്. ഓക്കെ, ടൈം പീരീഡ് എന്ന് പറയുമ്പോൾ ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ. ഒരു ഓസിലേഷൻ പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ടൈം പീരീഡ് എന്ന് പറയാ. ഇനി അതേസമയം ഫ്രീക്വൻസി അഥവാ ആവർത്തി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ആവർത്തി എന്ന് പറയാം. ഓക്കെ, ആവർത്തി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി. എൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണമാണ് എൻ എന്ന് പറഞ്ഞാല്. ടി എന്ന് പറഞ്ഞാല് ടൈം ടേക്കൺ, ആകെ സമയം. ടൈം ടേക്കൺ, ആകെ എത്ര ടൈമാണ് എടുത്തത് അതിനെയാണ് സ്മോൾ ലെറ്റർ ടി വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ എഫ് ഈസ് ഈക്വൽ ടു എൻ ബൈ ടി. അതേസമയം ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു, ക്യാപിറ്റൽ ടി ആണ് നമ്മൾ ടൈം പീരീഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി കാണിക്കുക. ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡഡ് ബൈ എൻ. സ്മോൾ ടി എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ അതേ കാര്യം, ടൈം ടേക്കൺ ആണ്, ടോട്ടൽ ടൈം, ആകെ സമയം. ഇനി എൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷനുകൾ, ദോലനങ്ങളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ടി നമ്മൾ ടി ബൈ എൻ, ക്യാപിറ്റൽ ടി ഈസ് ഈക്വൽ ടു സ്മോൾ ടി ബൈ എൻ. വലിയ ടി എന്ന് പറഞ്ഞാൽ ചെറിയ ടി ഹരിക്കണം എൻ. ഇനി എഫ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടി. ഇത് രണ്ടും മാറാണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ആവർത്തിയും പീരീഡും വരുന്ന സമയത്ത് ഇക്വേഷൻ ആണെങ്കിലും മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. എഫ് ഇസ് ഈക്വൽ ടു എൻ ബൈ ടി ആണ്. അതേസമയം ക്യാപിറ്റൽ ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡഡ് ബൈ എൻ. ഇതാണ് ഫ്രീക്വൻസിയും ആവർത്തിയും പീരീഡും തമ്മിലുള്ള ഒരു വ്യത്യാസം. ഓക്കെ, ഇനി നോക്കാം. ഈ ഇക്വേഷൻ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ആവർത്തിയും പീരീഡും എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത അനുപാതത്തിലാണ് അല്ലെ? ഒന്ന് കൂടുന്ന സമയത്ത് മറ്റേത് കുറയും. ഫ്രീക്വൻസി ആൻഡ് ടൈം പീരീഡ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് ടൈം പീരീഡ് കുറയും. ഇനി ടൈം പീരീഡ് കൂടുവാണെങ്കിൽ ഫ്രീക്വൻസി കുറയും. ഓക്കെ, എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടി. അതിൽ നിന്നുമാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ ടി. ഓക്കെ, അപ്പൊ നിങ്ങളോട് ടൈം പീരീഡ് തന്നിട്ടുണ്ട്, എന്നിട്ട് എന്ത് ചോദിച്ചു? ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതാ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ ടി. നിങ്ങൾക്ക് എഫ് തന്നിട്ടുണ്ട്. ഓക്കെ, ടി ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നതെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? ടി ഇസ് ഈക്വൽ ടു 1 ബൈ എഫ്. എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ ടി ആണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു 1 ബൈ എഫ്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ കൂടി ഓർത്ത് വെക്കുക. ഇനിയിപ്പൊ നിങ്ങളോട് എന്നും ടിയും തന്നിട്ട് എഫ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എൻ ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ടൈം പീരീഡ് തന്നിട്ടാണ് നിങ്ങളോട് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? എഫ് ഇസ് ഈക്വൽ ടു 1 ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യാം? ഇക്വേഷൻസ് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ പീരീഡ് ഇഫ് ദ ഫ്രീക്വൻസി ഈസ് 6 ഹെഡ്സ്? ആവർത്തി 6 ഹെഡ്സ് ആണെങ്കിൽ പീരീഡ് എത്രയായിരിക്കും? ആവർത്തിന്റെ യൂണിറ്റ് ആണ് കേട്ടോ ഹെഡ്സ് എന്ന് പറയുന്നത്. ആവർത്തി 6 ഹെഡ്സ് ആണെങ്കിൽ പീരീഡ് എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 ഇക്വേഷൻ അറിയാം അല്ലെ? ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷനും അറിയാം.
അതുപോലെ തന്നെ ടി ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുന്ന ഇക്വേഷനും നമ്മളെ കയ്യിലുണ്ട്. ഏതൊക്കെ കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്? 6 ഹെഡ്സ് ആണ് ആവർത്തി എന്ന് തന്നിട്ടുണ്ട്. അതായത് എന്താ നമുക്ക് തന്നിട്ടുള്ളത്? ഫ്രീക്വൻസി തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതില് ഫ്രീക്വൻസി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ ഏതാണ്? ടി ഇസ് ഈക്വൽ ടു 1/f ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ടി ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു 1/f. ഓക്കെ, ടി ഇസ് ഈക്വൽ ടു 1/f. എഫ് എത്രയാന്ന് തന്നിട്ടുണ്ട്? 6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ടി ഇസ് ഈക്വൽ ടു എത്ര വരും? 1/6 കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇത് ചെയ്യുവാണെങ്കിൽ നമുക്ക് എത്ര? 0.166 അങ്ങനെ കിട്ടും. അപ്പൊ ടി ഇസ് ഈക്വൽ ടു 1/6 എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാല്. സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷെ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ ഇക്വേഷൻ മാറിപ്പോവാൻ വേണ്ടി പാടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a pendulum take 10 seconds to complete 5 oscillation, find its frequency and period. ഒരു പെൻഡുലം 5 ദോലനങ്ങൾ പൂർത്തിയാക്കാൻ 10 സെക്കൻഡ് സമയം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആവർത്തിയും കണ്ടുപിടിക്കാം, പീരീഡും കണ്ടുപിടിക്കാം. ഇവിടെ നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ടൈം തന്നിട്ടുണ്ട് അല്ലെ? 10 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുമ്പോൾ ആകെ സമയം ടി ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്ത് തന്നിട്ടുണ്ട്? നമ്പർ ഓഫ് ഓസിലേഷൻ, ദോലനങ്ങളുടെ എണ്ണം n ഈസ് ഈക്വൽ ടു എന്തുവാന്ന് തന്നിട്ടുണ്ട്? 5 ആണ് തന്നിട്ടുണ്ട്. ടി ഇസ് ഈക്വൽ ടു 10 സെക്കൻഡ്, n ഈസ് ഈക്വൽ ടു 5. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആവർത്തിയും അതേപോലെ ടൈം പീരീഡും കണ്ടുപിടിക്കാം? എഫ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, ആവർത്തി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു n divided by t. F is equal to n divided by t. n എത്രയാണ്? n 5 ആണ്. ഡിവൈഡഡ് ബൈ t എത്രയാണ്? t 10 ആണ്. ഓക്കെ, 5/10 എത്ര വരും? 1/2. 1/2 ചെയ്താൽ എത്ര കിട്ടും? 0.5 ഹെഡ്സ് ആണ് ഫ്രീക്വൻസി കിട്ടുക. ഓക്കെ, 0.5 ഹെഡ്സ് ഫ്രീക്വൻസി. എഫ് ഈസ് ഈക്വൽ ടു n/t എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഒരെണ്ണം കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഏതാണ്? ടൈം പീരീഡ് കണ്ടുപിടിക്കുക. ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? t/n യൂസ് ചെയ്യാം. പക്ഷെ ഓൾറെഡി നമ്മൾ ഇവിടെ എന്ത് കണ്ടുപിടിച്ചു കഴിഞ്ഞു? എഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഏതും യൂസ് ചെയ്യാം. ടി ഇസ് ഈക്വൽ ടു 1/f എന്ന് പറയുന്ന ഇക്വേഷനും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏത് ഇക്വേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാം. ആദ്യം നമുക്ക് ഇത് വെച്ച് ചെയ്ത് നോക്കാം അല്ലെ? ടി ഇസ് ഈക്വൽ ടു t/n. ടി ഇസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവൈഡഡ് ബൈ n. എത്രയാണ് ടൈം എന്ന് പറഞ്ഞാല്? ടൈം ടേക്കൺ 10 ആണ്. n എന്ന് പറഞ്ഞാൽ 5 ആണ്. 10 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടും? 2 സെക്കൻഡ് കിട്ടും. ഓക്കെ, ആൻസർ എത്ര കിട്ടി? 2 കിട്ടി. ഇനി നോക്കുക, എഫ് നമുക്ക് കിട്ടി നേരത്തെ എത്രയായിരുന്നു? 1/2 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ടി കണ്ടുപിടിച്ചൂടെ? ടി ഇസ് ഈക്വൽ ടു 1/f. 1/f എന്ന് പറയുമ്പോൾ എഫിന്റെ നേരെ റെസിപ്രോക്കൽ എടുക്കുക. 1/2 ആയിരുന്നു എഫ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇത് എത്ര വരും? 2/1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഹെഡ്സ്. ഏത് ഇക്വേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കാം, നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, എന്താണ് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവർത്തി എന്ന് പറഞ്ഞാല്, ഇവിടെ ഒരു ടേബിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ടേബിളിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഒന്ന് തട്ടുന്നു. അപ്പൊ ആ ടേബിൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും വൈബ്രേറ്റ് ചെയ്യും. ആ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുക അതിൻ്റെതായ ഒരു ഫ്രീക്വൻസിയിലായിരിക്കും അല്ലെ? അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാ. ഒരു ഒബ്ജക്റ്റ് ഫ്രീലി വൈബ്രേറ്റ് ചെയ്യുന്നത് അത് അതിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസി ആയിരിക്കും. അത് ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചാല് ടേബിളിന്റേതായ അതിന്റെ തനതായ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. ഞാൻ അവിടെ ഒരു കസേര ഉണ്ട്. ആ കസേരനെ ജസ്റ്റ് ഒന്ന് തട്ടിയാല് അത് അതിന്റേതായ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ ഏത് ഒബ്ജക്റ്റും ആയിക്കോട്ടെ, അത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ജസ്റ്റ് ഫ്രീലി ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് അതിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. ആ ഫ്രീക്വൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവർത്തി എന്ന് പറയുക. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. Among A, B, C, which one has the highest natural frequency? A, B, C എന്നിവയിൽ ഏതിനാണ് ഉയർന്ന സ്വാഭാവിക ആവർത്തി? 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ലെങ്ത്തിൽ മാത്രമാണ് ഒരു വ്യത്യാസം ഉള്ളത്. എക്കാണ് ഏറ്റവും ലെങ്ത് കൂടുതൽ, പിന്നെ ബിക്ക്, പിന്നെ സിക്ക്. ഇതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഫ്രീക്വൻസി ഉണ്ടാവുക എന്ന് ചോദിക്കാം.
അപ്പൊ ഇത് അറിയണമെങ്കിൽ ലെങ്ത്തും ഫ്രീക്വൻസിയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അത് പഠിച്ചു വെച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നോക്കാം. ആസ് ദ ലെങ്ത് ഇൻക്രീസസ് ഫ്രീക്വൻസി ഡിക്രീസസ്. ഈ നീളവും അതുപോലെ തന്നെ ആവർത്തി എന്ന് പറയുന്നത് വിപരീത അനുപാതത്തിലാണ്. നീളം കൂടുന്ന സമയത്ത് ആവർത്തി കുറയും, ഇനി നീളം കുറയുന്ന സമയത്ത് ആവർത്തി കൂടും. അത് രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആകുന്ന കാര്യം ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെക്കുക. ഒന്ന് കൂടുന്ന സമയത്ത് എന്താകുന്നു, ഒന്ന് കുറയുന്നു. അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ ലെങ്ത്തും ഫ്രീക്വൻസിയും എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യും, ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താകും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മളെ ചോദ്യം നോക്കുക, ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഫ്രീക്വൻസി, കൂടുതൽ സ്വാഭാവിക ആവർത്തി എന്നാണ് ചോദിക്കുന്നത്. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ഏറ്റവും ലെങ്ത് കൂടിയ എയറിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും, ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും അല്ലെ. ലെങ്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്നു. അപ്പൊ ലെങ്ത് കൂടിയ ഈ എ എന്ന് പറയുന്നതിന് ഫ്രീക്വൻസി ഏറ്റവും കുറവായിരിക്കും. പക്ഷെ ലെങ്ത് ഏറ്റവും കുറവായ സിക്ക് എന്തായിരിക്കും, ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിരിക്കും. ഓക്കെ, ലെങ്ത് ഏറ്റവും കുറവായ സിക്ക് ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ഇവിടെ ചോദ്യം എന്താണ്, ഏതിനാണ് ഹയസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഹയസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി എന്നാണ് ചോദ്യം. അപ്പൊ ഏതിനായിരിക്കും, സിക്കായിരിക്കും ഹയസ്റ്റ് നാച്ചുറൽ ഫ്രീക്വൻസി. എന്തുകൊണ്ടെന്ന് ചോദിച്ചാല് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താകുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ഫ്രീക്വൻസി എന്താകും, ഇൻക്രീസ് ചെയ്യും. ഇവര് രണ്ടുപേരും വിപരീത അനുപാതത്തിലാണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ലെങ്ത് കുറഞ്ഞ സിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉണ്ടാവുക. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ സ്വാഭാവിക ആവർത്തിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. 4 പോയിന്റ് ഏതൊക്കെയാണ്, ഇമ്പോർട്ടന്റ് ആണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഒന്ന് ഓർത്ത് പറഞ്ഞേ. ഇതാണ് നമ്മുടെ നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇത് ചിലപ്പം ഇങ്ങനെ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ ഏതൊക്കെയാണ് നാച്ചുറൽ ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇതിൽ പെടാത്തത് ഏത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാം. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, ഫസ്റ്റ് വൺ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്. നെക്സ്റ്റ് സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, ഇലാസ്റ്റിസിറ്റി, നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. വസ്തുവിന്റെ നീളം, വസ്തുവിന്റെ വലുപ്പം, പദാർത്ഥത്തിന്റെ സ്വഭാവം, ഇലാസ്തികത. ഈ 4 ഫാക്ടേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സ്വാഭാവിക ആവർത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു വെക്കുക. ഒന്നാമത്തേത് വസ്തുവിന്റെ നീളം, രണ്ടാമത്തെ വസ്തുവിന്റെ വലുപ്പം, മൂന്നാമത്തെ പദാർത്ഥത്തിന്റെ സ്വഭാവം, നാലാമത്തെ ഇലാസ്തികത. നാച്ചുറൽ ഫ്രീക്വൻസിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ലെങ്ത് ഓഫ് ദി ഒബ്ജക്റ്റ്, സെക്കൻഡ് വൺ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്, തേർഡ് വൺ ഇലാസ്റ്റിസിറ്റി ആൻഡ് ലാസ്റ്റ് വൺ നേച്ചർ ഓഫ് ദ മെറ്റീരിയൽ. ഇത് എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദർ ഇസ് എ ടേബിൾ ഇൻ എ ക്ലാസ് റൂം വിത്ത് നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് 520 ഹെഡ്സ്. 520 ഹെഡ്സ് നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക, മലയാളം ക്വസ്റ്റ്യൻ ഉണ്ട്. ഒരു ക്ലാസ് മുറിയിൽ 520 ഹെഡ്സ് സ്വാഭാവിക ആവർത്തിയുള്ള ഒരു മേശയുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ മെനി ടൈംസ് വിൽ ദ ടേബിൾ വൈബ്രേറ്റ് ഇൻ 1 സെക്കൻഡ് ഇഫ് ഇറ്റ് ഈസ് ടാപ്ഡ് ഓൺ ദ ടേബിൾ. ആ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്, 520 ഹെഡ്സ് ആണ്. അപ്പം വെറുതെ ഒന്ന് ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു എന്ന് വിചാരിക്കുക. ആ ടേബിൾ അവിടെ ഉണ്ട്, ആ ടേബിൾ ജസ്റ്റ് ഒന്ന് തട്ടി, അപ്പൊ എന്ത് ചെയ്യും, വൈബ്രേറ്റ് ചെയ്യും. അപ്പം ഒരു സെക്കൻഡിൽ എത്ര വൈബ്രേഷൻ ആയിരിക്കും ഉണ്ടാവുക, ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ, എത്ര വൈബ്രേഷൻ ആയിരിക്കും ഉണ്ടാവുക, എത്ര കമ്പനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് ചോദ്യം. എത്രയായിരിക്കും, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 520 ഹെഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവിക ആവർത്തി 520 ഹെഡ്സ് ആണ്. അപ്പോഴാണെങ്കിൽ ആ മേശയെ ജസ്റ്റ് ഒന്ന് കമ്പനം ചെയ്യിപ്പിച്ചാൽ മേശ എങ്ങനെയായിരിക്കും കമ്പനം ചെയ്യുക. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് സ്വാഭാവിക ആവർത്തി എന്ന് പറഞ്ഞാല്, ഫ്രീലി ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് അതിന്റെ തനതായ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. അതിനെയാണ് എന്തെന്ന് പറയാം, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയാം. സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ. ഒരു ടേബിൾ അവിടെ ഉണ്ട്, അതിനെ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പൊ അത് ഏത് ഫ്രീക്വൻസിയിലായിരിക്കും, അതിന്റെ ഇന്നേറ്റ് ഫ്രീക്വൻസി, അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസിയിലായിരിക്കും വൈബ്രേറ്റ് ചെയ്യുക. നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 520 ഹെഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്, നമ്മൾ ആദ്യം പഠിച്ചു ഫസ്റ്റ് സ്ലൈഡിൽ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻ ഇൻ 1 സെക്കൻഡ്. ഇവിടെ ചോദിച്ചത് എന്താണ്, ഹൗ മെനി ടൈംസ് ദ ടേബിൾ വിൽ വൈബ്രേറ്റ്
ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര തവണ വൈബ്രേറ്റ് ചെയ്യും? അത് തന്നെയല്ലേ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്. 520 ഹെഡ്സ് നാച്ചുറൽ ഫ്രീക്വൻസി ഉള്ള ഒബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു സെക്കൻഡിൽ ഇത് എത്ര തവണ വൈബ്രേറ്റ് ചെയ്യും? 520 തവണ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? 520 തവണ വൈബ്രേറ്റ് ചെയ്യും. അതാണ് നാച്ചുറൽ ഫ്രീക്വൻസി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If a tuning fork with a frequency of 256 Hz is excited and its stem is placed on the table, at what frequency it will vibrate? നോക്കുക, 256 ഹെഡ്സ് ആവർത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഉത്തേജിപ്പിച്ച് അതിന്റെ തണ്ട് മേശപ്പുറത്ത് വെച്ചാൽ അത് ഏത് ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുക? ഇവിടെ എന്താ വരിക? ഇവിടെ നാച്ചുറൽ ഫ്രീക്വൻസി ആണോ? ഇവിടെ എന്താ വരിക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണ് വരുന്നത്. ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ പ്രണോദിത കമ്പനം. നോക്കുക, പ്രണോദിത കമ്പനവും ഈ നാച്ചുറൽ ഫ്രീക്വൻസിയും സ്വാഭാവിക ആവർത്തിയും ഒക്കെ തമ്മിൽ കറക്റ്റ് ആയിട്ട് എന്താണ് അതിന്റെ വ്യത്യാസം അറിഞ്ഞു പഠിക്കുക. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഫ്രീലി ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതെന്താണ്? നാച്ചുറൽ ഫ്രീക്വൻസി. ഇനി നോക്കുക, ഇതേ ഒബ്ജക്റ്റിന ഓക്കെ, ഇതേ ഒബ്ജക്റ്റിന വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് കൊണ്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയാ. ഓൾറെഡി കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിനെ ഉപയോഗിച്ച് മറ്റൊരു വസ്തുവിനെ കമ്പനം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയാ? പ്രണോദിത കമ്പനം എന്ന് പറയാ. ഒരു ടേബിൾ ഉണ്ട്, അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് തട്ടുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നു, അത് പ്രണോദിത കമ്പനമാണോ? അല്ല, അത് ജസ്റ്റ് അതിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കുക, ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഉത്തേജിപ്പിച്ച് 256 ഹെഡ്സ് ആവർത്തിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്കിനെ ഉത്തേജിപ്പിച്ച്, അപ്പൊ ഓൾറെഡി ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്കിനെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താ നടക്കുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ അല്ലെങ്കിൽ പ്രണോദിത കമ്പനമായിരിക്കും നടക്കുക. ഇനി നോക്കുക, അപ്പോൾ ആ ടേബിൾ ഏത് ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുക? ഫോഴ്സ്ഡ് വൈബ്രേഷൻ നടക്കുന്ന സമയത്ത് ആ ടേബിൾ ഏത് ആവർത്തിയിലായിരിക്കും കമ്പനം ചെയ്യുക? ഏതായിരിക്കും? 256 ഹെഡ്സിലായിരിക്കും കമ്പനം ചെയ്യുക. എന്തുകൊണ്ട്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുമ്പം ഇവിടെ പ്രണോദിത കമ്പനത്തിന് പ്രേരിപ്പിക്കുന്ന വസ്തുവിന്റെ അതേ ആവർത്തിയിൽ തന്നെയായിരിക്കും പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തു എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക. ഇവിടെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫ്രീക്വൻസി എത്രയാണ്? 256 ഹെഡ്സ് ആണ്. അതിനെ നമ്മൾ ഫസ്റ്റ് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഈ വൈബ്രേറ്റ് ചെയ്യുന്ന ട്യൂണിംഗ് ഫോർക്ക് കൊണ്ട് നമ്മൾ ആ ടേബിളിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ട്യൂണിംഗ് ഫോർക്കിന്റെ അതേ ഫ്രീക്വൻസിയിൽ തന്നെയായിരിക്കും ആരും വൈബ്രേറ്റ് ചെയ്യുക? ടേബിളും വൈബ്രേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ ടേബിൾ ഏത് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും? 256 ഹെഡ്സ് ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യും. പക്ഷെ ആദ്യത്തെ കേസിൽ നോക്കുക, ഈ ആദ്യത്തെ കേസിൽ എന്തായിരുന്നു? ടേബിളിനെ ജസ്റ്റ് നമ്മളൊന്ന് തട്ടുന്നു, അപ്പൊ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ ആണോ? അല്ല, ഇവിടെ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയ 520 ഹെഡ്സിൽ തന്നെ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാല്. ഓക്കെ, അതിന്റെ ഇടയിൽ റെസണൻസ് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ? റെസണൻസ് എന്ന് പറഞ്ഞാൽ അനുനാദം. അനുനാദം എന്ന് പറഞ്ഞാൽ എന്താ? അനുനാദം എന്ന് പറഞ്ഞാൽ പ്രണോദിത കമ്പനത്തിന് പ്രേരിപ്പിക്കുന്ന ഈ ഒരു വസ്തുവും അതുപോലെ തന്നെ വിധേയമാകുന്ന വസ്തു അല്ലെ? അത് രണ്ടിന്റെയും സ്വാഭാവിക ആവർത്തി തുല്യമാകുമ്പോഴാണ് അവിടെ എന്ത് വരിക? അനുനാദത്തിലാവുക, റെസണൻസിലാവുക. നാച്ചുറൽ ഫ്രീക്വൻസി രണ്ടിന്റെയും ഈക്വൽ ആകുന്ന കേസിൽ. ഇനി റെസണൻസിലാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? റെസണൻസിലാകുന്ന സമയത്ത് അവിടെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ആയത് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ അല്ല, അടുത്ത വേവ് മോഷൻ, അടുത്ത സെക്ഷൻ ആണ് തരംഗ ചലനം എന്ന് പറയാം. വേവ്സിനെ നമ്മൾ മെയിൻലി ആദ്യം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? മെക്കാനിക്കൽ വേവും ഇലക്ട്രോ മാഗ്നറ്റിക് വേവും. ഓർമ്മയുണ്ടല്ലോ? മെക്കാനിക്കൽ വേവ് എന്ന് പറയുമ്പോൾ യാന്ത്രിക തരംഗങ്ങൾ, അതുപോലെ തന്നെ വൈദ്യുത കാന്തിക തരംഗങ്ങൾ. ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തരംതിരിക്കുന്നത്? അതിന്റെ പ്രേഷണത്തിന് മാധ്യമം ആവശ്യമുണ്ടോ ഇല്ലയോ നോക്കിയിട്ട്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മീഡിയം റിക്വയർഡ് ആണോ അല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത്. ഓക്കെ, അതിന്റെ പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട് മീഡിയം ആവശ്യമാണെങ്കിൽ, സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് മാധ്യമം ആവശ്യമുള്ള തരംഗങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മെക്കാനിക്കൽ വേവ് അല്ലെങ്കിൽ യാന്ത്രിക തരംഗങ്ങൾ എന്ന് വിളിക്കുന്നു. സഞ്ചരിക്കാൻ വേണ്ടി മാധ്യമം ആവശ്യമില്ലാത്ത തരംഗങ്ങളെ എന്ത് വിളിക്കുന്നു? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി മെക്കാനിക്കൽ വേവ്സിനെ നമ്മൾ വീണ്ടും രണ്ട് ടൈപ്പിൽ ക്ലാസിഫൈ ചെയ്യുന്നു. അതിൽ ഒന്നാമത്തെയാണ് ട്രാൻസ്വേഴ്സ് വേവും, രണ്ടാമത്തെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്നും അതുപോലെ തന്നെ അത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ. നോക്കുക, ഇവിടെ ഡയറക്ഷൻ ഓഫ് ട്രാവൽ, അതായത് വേവിന്റെ പ്രൊപ്പഗേഷന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്ക്. വേവ് ഇങ്ങോട്ടേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ലല്ലോ. പക്ഷെ ഇവിടെ പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, മാധ്യമത്തിലെ കണികകൾ വൈബ്രേറ്റ് ചെയ്യുന്നത് മുകളിലോട്ടേക്കും താഴോട്ടേക്കും. വേവ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം ഇങ്ങോട്ടേക്കും മൂവ് ചെയ്യുന്നു. ഇവിടെ നോക്കുക, വേവ് എങ്ങോട്ടേക്കാണോ മൂവ് ചെയ്യുന്നത് അതിന് ലംബമായിട്ടാണ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം, മാധ്യമത്തിലെ കണികകൾ വൈബ്രേറ്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വേവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയാ. വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ദ വേവ്. ഓക്കെ, ഡയറക്ഷൻ ഓഫ് ദ വേവ് എങ്ങോട്ടേക്കാണോ, പ്രേഷണ ദിശ എങ്ങോട്ടേക്കാണോ അതിന് ലംബമായിട്ടാണ് മാധ്യമത്തിലെ കണികകൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ്, അങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ട്രാൻസ്വേഴ്സ് വേവ് എന്ന് വിളിക്കുക. ഇനി അടുത്ത കാര്യം, ട്രാൻസ്വേഴ്സ് വേവിൽ എന്തുണ്ടാകുന്നുണ്ട്? നോക്ക്, എലവേറ്റഡ് പൊസിഷൻ, ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ ഈ താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളും ഉണ്ട്. ഉയർന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രസ്റ്റ്. ഓക്കെ, ക്രസ്റ്റ് അഥവാ ശൃംഗങ്ങൾ. താഴ്ന്നു നിൽക്കുന്ന ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രഫ് അഥവാ ഗർത്തങ്ങൾ. അപ്പൊ ഒരു അനുപ്രസ്ഥ തരംഗങ്ങളിൽ എന്തുണ്ടാകുന്നുണ്ട്? ശൃംഗങ്ങളും ഉണ്ടാകുന്നുണ്ട്, ഗർത്തങ്ങളും ഉണ്ടാകുന്നുണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവില് ക്രസ്റ്റും ഉണ്ടാകുന്നുണ്ട്, ട്രഫും ഉണ്ടാകുന്നുണ്ട്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് ചോദിച്ചാല് the wave in which the particles of the medium vibrate in a direction perpendicular to the direction of the propagation of wave. പ്രേഷണ ദിശ എങ്ങോട്ടേക്കാണോ അതിന് ലംബമായിട്ടാണ് മാധ്യമത്തിലെ കണികൾ വൈബ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ട്രാൻസ്വേഴ്സ് വേവ് അല്ലെങ്കിൽ അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയുക. ഓക്കെ അല്ലേ? വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യം. എന്താ തരംഗ ദൈർഘ്യം എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റ് തമ്മിലുള്ള, അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ട്രഫ് തമ്മിലുള്ള, ഇതാണ് ഒരു ക്രസ്റ്റ്, ഇത് അടുത്ത ക്രസ്റ്റ്. എടാ, ഇത് രണ്ടും തമ്മിലുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയാം. അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വേവ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറഞ്ഞാൽ അനുദൈർഘ്യ തരംഗങ്ങൾ. എന്താണ് അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക, വേവ് ട്രാവൽ ചെയ്യുന്നത് ഇങ്ങോട്ടേക്കാണ്, പ്രേഷണ ദിശ ഇങ്ങോട്ടേക്കാണ്, മാധ്യമത്തിലെ കണികകളും നോക്കുക ഇതേ ദിശയിൽ തന്നെയാണ് കമ്പനം ചെയ്യുന്നത്. അപ്പൊ വേവ് എങ്ങോട്ടേക്കാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ചെയ്യുക. പാർട്ടിക്കിൾസ് ഓഫ് ദ മീഡിയം വൈബ്രേറ്റ് ഇൻ എ ഡയറക്ഷൻ പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. എങ്ങോട്ടേക്കാണോ വേവ് സഞ്ചരിക്കുന്നത്, ഏത് ദിശയിലേക്കാണോ ഈ തരംഗം സഞ്ചരിക്കുന്നത് അതിന് സമാന്തരമായിട്ടാണ് ഇവിടെ മാധ്യമത്തിലെ കണികകൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വേവിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? എന്തെന്ന് പറയാ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗങ്ങൾ എന്ന് പറയാം. ഇനി നോക്കുക, ഈ അനുദൈർഘ്യ തരംഗങ്ങളില് ഇവിടെ നോക്കുക, ഇവിടെ എന്താണ്? മർദ്ദം കൂടുതലായിരിക്കും. മർദ്ദം കൂടുതലായിട്ടുള്ള സ്ഥലത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കംപ്രഷൻ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല. കംപ്രഷൻ അല്ലെങ്കിൽ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നു. ഇവിടെ എന്താണ്? മർദ്ദം കുറവാണ്, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നീചമർദ്ദ മേഖല അല്ലെങ്കിൽ റെയർ ഫാക്ഷൻ എന്ന് പറയുന്നു. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ എന്തുണ്ടാകുന്നുണ്ട്? പ്രഷർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവില്. ഏറ്റവും കൂടുതൽ പ്രഷർ കൂടുതലുള്ള സ്ഥലത്തിന് നമ്മൾ എന്തെന്ന് പറയുന്നു? കംപ്രഷൻ എന്ന് പറയുന്നു, അതായത് ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നു. ഇനി പ്രഷർ കുറവുള്ള സ്ഥലത്തിന് എന്തെന്ന് പറയുന്നു? റെയർ ഫാക്ഷൻ അല്ലെങ്കിൽ നീചമർദ്ദ മേഖല എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നോക്കുക, നമ്മുടെ ട്രാൻസ്വേഴ്സ് വേവിൽ എന്ത് ഉണ്ടാകുന്നില്ല? മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നില്ല. അപ്പൊ വ്യത്യാസം വരുന്ന സമയത്ത് പഠിച്ചു വെക്കുക കേട്ടോ. ട്രാൻസ്വേഴ്സ് വേവ് എന്ന് പറയുമ്പോൾ മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ പ്രേഷണ ദിശയ്ക്ക് ലംബമായിട്ടായിരിക്കും എന്ത് ചെയ്യുക? കമ്പനം ചെയ്യുക, വൈബ്രേറ്റ് ചെയ്യുക. അതിനെയാണ് അനുപ്രസ്ഥ തരംഗങ്ങൾ എന്ന് പറയാ. അതിൽ എന്തുണ്ടാകുന്നില്ല? മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതിൽ എന്തുണ്ടാകുന്നുണ്ട്? ശൃംഗങ്ങളും ഗർത്തങ്ങളും, അതായത് ക്രസ്റ്റും ട്രഫും ഉണ്ടാകുന്നുണ്ട്. ഇനി അനുദൈർഘ്യ തരംഗം അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെങ്കിൽ നോക്കുക, ഇവിടെ വൈബ്രേഷൻ ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഇൻ ദ ഡയറക്ഷൻ പാരലൽ ടു ദ പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. എങ്ങോട്ടേക്കാണോ തരംഗത്തിന്റെ പ്രേഷണ ദിശ അതിന് സമാന്തരമായിട്ടാണ് എന്ത്? മാധ്യമത്തിലെ കണികകൾ വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നോക്കുക, ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഉച്ചമർദ്ദ മേഖലയും ഉണ്ടാകുന്നുണ്ട്, നീചമർദ്ദ മേഖലയും ഉണ്ടാകുന്നുണ്ട്.
അതായത് ഇവിടെ എന്തുണ്ടാകുന്നുണ്ട്? മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. അനുപ്രസ്ഥത്തിൽ മർദ്ദ വ്യതിയാനം ഇല്ല, പക്ഷെ അനുദൈർഘ്യത്തിൽ എന്തുണ്ടാകുന്നുണ്ട്? മർദ്ദ വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നോക്കുക, ഇതാണ് ഒരു ലോൺജിറ്റ്യൂഡിനൽ വേവ് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതെന്താണ്? കംപ്രഷൻ അല്ലെ? ഇത് റെയർഫാക്ഷൻ, ഇത് വീണ്ടും കംപ്രഷൻ, വീണ്ടും റെയർഫാക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഒരു ലോൺജിറ്റ്യൂഡിനൽ വേവ് അല്ലെങ്കിൽ അനുദൈർഘ്യ തരംഗത്തിൽ നമുക്ക് എങ്ങനെ പറയാം തരംഗ ദൈർഘ്യം എന്താണെന്നുള്ളത്? നേരത്തെ നമ്മൾ പറഞ്ഞു അടുത്തടുത്തുള്ള രണ്ട് ശൃംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള ദൂരമാണെന്ന് പറഞ്ഞു. ഇവിടെ നോക്കുക, ഒന്നെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിൽ, ഓക്കെ, കൺസിക്യൂട്ടീവ് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. അല്ലെങ്കിൽ അടുത്തടുത്തുള്ള രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗ ദൈർഘ്യം എന്ന് പറയാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുക, ഈ ഒരു വേവിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, അതായത് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉള്ളതാണ് സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇഫ് ദ സ്പീഡ് ഈസ് കോൺസ്റ്റന്റ് ദ ഫ്രീക്വൻസി ഓഫ് വേവ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വേവ് ലെങ്ത്. വേഗം സ്ഥിരമായിരിക്കുന്ന സമയത്ത് തരംഗത്തിന്റെ ആവർത്തി എന്ന് പറഞ്ഞാൽ തരംഗ ദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഓക്കെ, ആവർത്തി എഫ്, ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ലാംഡ. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇക്വേഷൻ ആണ് എന്ത്? v ഇസ് ഈക്വൽ ടു എഫ് ലാംഡ. v എന്ന് പറഞ്ഞാൽ തരംഗത്തിന്റെ സ്പീഡ്. ഓക്കെ, സ്പീഡ് ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ലാംഡ. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തി, ഫ്രീക്വൻസി ആണ്. ലാംഡ എന്ന് പറഞ്ഞാൽ എന്താണ്? തരംഗ ദൈർഘ്യം, വേവ് ലെങ്ത്. ഇനി ഇത് കൂടാണ്ട് നമുക്ക് ചിലപ്പം ദൂരവും സമയവും തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന v ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. നമ്മൾ ഓൾറെഡി പഠിക്കുന്നത് അല്ലെ? v ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്പീഡ് കണ്ടുപിടിക്കാം കേട്ടോ. ഒന്നെങ്കിൽ v ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ t എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് എഫും ലാംഡയും ആണ് തന്നിട്ടുള്ളതെങ്കിൽ v ഇസ് ഈക്വൽ ടു എഫ് ലാംഡ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. The graphical representation of motion of a wave A and B are given if the distance from O to A is 120 meter and the time taken to travel is 0.3 second. Calculate the speed of the wave, calculate the frequency of each wave and which wave has more wavelength. അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുക, അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ മൂന്ന് കാര്യങ്ങൾ, സ്പീഡ് കണ്ടുപിടിക്കുക, ഫ്രീക്വൻസി കണ്ടുപിടിക്കുക, അതുപോലെ തന്നെ ഏത് വേവിനായിരിക്കും കൂടുതൽ വേവ് ലെങ്ത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കുക. ഓക്കെ, ഇതെങ്ങനെ നമ്മൾ ചെയ്യും? ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 120 മീറ്റർ ആണ് തന്നിട്ടുണ്ട് അല്ലെ? ഈ ഒരു വേവ് ട്രാവൽ ചെയ്ത്, അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 120 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. d ഇസ് ഈക്വൽ ടു 120 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ടൈം ടേക്കൺ ടു ട്രാവൽ ഈസ് 0.3 സെക്കൻഡ് എന്നും കൂടെ തന്നിട്ടുണ്ട്. ടൈം ടേക്കൺ t ഇസ് ഈക്വൽ ടു 0.3 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക, കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ വേവ്. അപ്പൊ സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെ അറിയാം? ഒരു ഇക്വേഷൻ v ഇസ് ഈക്വൽ ടു എഫ് ലാംഡ, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ. അതല്ലാണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതുണ്ടല്ലേ മുന്നേ, എന്തായിരുന്നു? v ഇസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ t, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷനും കൂടെ ഉണ്ട്. നമുക്കിവിടെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്, ടൈമും തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? v ഇസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ t എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നോക്കുക, v ഇസ് ഈക്വൽ ടു d എന്ന് പറഞ്ഞാല് 120 ഡിവൈഡഡ് ബൈ 0.3. 120 ഡിവൈഡ് ബൈ 0.3 എത്ര വരും? ഇതെങ്ങനെ ഇങ്ങനത്തെ ഡെസിമൽ വരുമ്പോൾ ചെയ്യാം? ആദ്യം എന്ത് ചെയ്യാം? മുകളിലും താഴെയും 10 വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻടു 10. 120 ഡിവൈഡഡ് ബൈ 0.3. ഡെസിമൽ കളയാൻ വേണ്ടി മുകളിലും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 1200 ഡിവൈഡഡ് ബൈ 3. ഇത് നമുക്ക് ചെയ്തുകൂടെ? 1200 ഡിവൈഡ് ബൈ 3, 1200നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 400 കിട്ടും. 400 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡിന്റെ യൂണിറ്റ് ആണ് എന്ത്? മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പൊ 400 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാല് v ഇസ് ഈക്വൽ ടു 400 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 400 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഒന്നാമത്തെ ആൻസർ കിട്ടി. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഈച്ച് വേവ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഓക്കെ,
ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ദ ഈച്ച് വേവ്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലേ. ആദ്യം എന്തായിരുന്നു? എഫ് ഈസ് ഈക്വൽ ടു എൻ ഡിവൈഡഡ് ബൈ ടി. എൻ എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലേ, ദോലനങ്ങളുടെ എണ്ണം. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ സമയം, ടൈം ടേക്കൺ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഫ് ഈസ് ഈക്വൽ ടു എത്ര വരും? ഒന്നാമത്തെ വേവിന്റെ കേട്ടോ, ഇത് ഒന്നാമത്തെ വേവിന്റെ ആണ്. എഫ് ഈസ് ഈക്വൽ ടു നോക്കുക, നമ്പർ ഓഫ് ഓസിലേഷൻ, 1 ഓസിലേഷൻ കംപ്ലീറ്റ് ആയി, വീണ്ടും ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, രണ്ടാമത്തെ ഓസിലേഷൻ ഒരു ക്രസ്റ്റ് ഒരു ട്രഫ്, മൂന്നാമത്തെ ഓസിലേഷൻ. ഒരു ശൃംഖവും ഒരു ഗർത്തവും കൂടിയാണ് ഒരു സൈക്കിൾ എന്ന് പറയാം. ഇവിടെ എത്ര സൈക്കിളാണ് ഉള്ളത്? എത്ര ഓസിലേഷൻ ഉണ്ട്? 3. അപ്പൊ n is equal to 3 ഡിവൈഡഡ് ബൈ ടൈം ടേക്കൺ. ടൈം ടേക്കൺ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 0.3 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 3 ഡിവൈഡഡ് ബൈ 0.3. ഇത് ചെയ്യാനും ഈ ഡെസിമൽ കളയാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇൻടു 10 മുകളിലും ഇൻടു 10 which is equal to 30 ഡിവൈഡഡ് ബൈ 3. 30 ഡിവൈഡ് ബൈ 3 എത്ര കിട്ടും? 10 ഹെഡ്സ്. ഓക്കെ, ഇതാണ് ഇത് ഒന്നാമത്തെ വേവിന്റെ ഫ്രീക്വൻസി. എന്നാ പിന്നെ രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ വേവിന്റെ ഫ്രീക്വൻസി ഒന്ന് കണ്ടുപിടിച്ചേ. രണ്ടാമത്തെ വേവിൽ എത്ര വേവ് ഉണ്ട്? നമ്പർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈക്കിൾ എത്രയാണ് നോക്കുക. 1, 2, 3, 4, 5, 6. 6 സൈക്കിൾ ആണല്ലേ ഉള്ളത്, 6 ഓസിലേഷൻ. അപ്പൊ നമ്പർ ഓഫ് ഓസിലേഷൻ n ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. ഡിവൈഡഡ് ബൈ ടൈം എത്ര തന്നെയാണ്? രണ്ടിന്റെയും ടൈം 0.3 സെക്കൻഡ് ആണെന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ടൈമിൽ വ്യത്യാസമൊന്നുമില്ല, ടൈം 0.3 വരും. ഡെസിമൽ കളയാൻ വേണ്ടി മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. 60 ഡിവൈഡഡ് ബൈ 3 എത്ര വരും? 20 ഹെഡ്സ്. ഓക്കെ, 10 ഹെഡ്സ്, 20 ഹെഡ്സ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് രണ്ടിന്റെയും സ്പീഡ് എത്ര തന്നെയാണ്? സ്പീഡ് നമുക്ക് കിട്ടിയല്ലേ, 400 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കുന്ന സമയത്ത് ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫ്രീക്വൻസി കൂടുന്ന സമയത്ത് വേവ് ലെങ്ത് എന്താകും? കുറയും. ഫ്രീക്വൻസി കുറയുന്ന സമയത്ത് വേവ് ലെങ്ത് എന്താവും? കൂടും. ഇതിൽ ഏറ്റവും ഫ്രീക്വൻസി ഏതിനാണ് നോക്കുക. ഇതിന് 20 ആണോ 10 ആണോ കൂടുതൽ? 20 അല്ലേ. അപ്പൊ രണ്ടാമത്തെ വേവിനാണ് എന്ത്? ഫ്രീക്വൻസി കൂടുതൽ. രണ്ടാമത്തെ വേവിന് ഫ്രീക്വൻസി കൂടുതൽ, ഇതിനെന്താണ്? ഫ്രീക്വൻസി കുറവ്. ഫ്രീക്വൻസി കുറയുമ്പം വേവ് ലെങ്ത് എന്താകും? വേവ് ലെങ്ത് കൂടും. ഇവിടെ ഫ്രീക്വൻസി കൂടുമ്പോ വേവ് ലെങ്ത് കുറയും. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞേ, ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്? ഒന്നാമത്തെ വേവിനായിരിക്കുമോ രണ്ടാമത്തെ വേവിനായിരിക്കുമോ? തീർച്ചയായിട്ടും ഒന്നാമത്തെ വേവിനായിരിക്കും വേവ് ലെങ്ത് കൂടുതൽ. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവിടെ ഫ്രീക്വൻസി കുറവാണ്. ഫ്രീക്വൻസി കുറയുമ്പം വേവ് ലെങ്ത് കൂടും, സ്പീഡ് കോൺസ്റ്റന്റ് ആണെങ്കിൽ. ഞാൻ അതും പോട്ടെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നോക്കിയിട്ട് വേവ് ലെങ്ത് കണ്ടുപിടിച്ചൂടെ? ഇതിന്റെ വേവ് ലെങ്ത് എത്ര? ദാ ഇവിടെ നിന്ന് തുടങ്ങിയാൽ ദാ ഇവിടം വരെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും പൂർത്തിയാക്കുന്നതാണ് വേവ് ലെങ്ത്. എത്ര വരും? 40. ഇവിടെ എത്രയാണ്? ഒരു ക്രസ്റ്റും ഒരു ട്രഫും എന്ന് പറയുമ്പോൾ 20. ഏതിനാടാ വേവ് ലെങ്ത് കൂടുതൽ? ഒന്നാമത്തേനല്ലേ. ഒന്നാമത്തേന്റെ വേവ് ലെങ്ത് 40, രണ്ടാമത്തേന്റെ 20. അപ്പൊ വേവ് ലെങ്ത് കൂടുതൽ ഏതിന്? ഒന്നാമത്തേന്. ഇങ്ങനെയും കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എങ്ങനെയും കണ്ടുപിടിക്കാം. വേവ് ലെങ്ത് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കണം? ഇങ്ങനെ കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി കുറവുള്ളതിന് എന്ത് കൂടുതലായിരിക്കും? വേവ് ലെങ്ത് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുതലുള്ളതിന് വേവ് ലെങ്ത് കുറവായിരിക്കും. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. എക്കോ വെച്ച് നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. നോക്കുക, ദ എക്കോ ഓഫ് ദ ഫയർ ക്രാക്കർ ഈസ് ഹേർഡ് after heard after 1 second by the person who burst it. How far is the reflecting surface from the person hearing the echo? Speed of the sound in air is 350 meter per second. ഒരു കതിന പൊട്ടുന്നതിന്റെ പ്രതിധ്വനി ഒരു സെക്കൻഡിന് ശേഷം അത് പൊട്ടിച്ച ആള് തന്നെ കേൾക്കുന്നു. പ്രതിധ്വനി കേൾക്കുന്ന ആളിൽ നിന്നും പ്രതിപതന തലം എത്ര അകലെ ആയിരിക്കും? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എക്കോ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, വി ഈസ് ഈക്വൽ ടു 2d ഡിവൈഡഡ് ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ 2d എന്താ വന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇവിടെയാണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ഒരു സൗണ്ട് ഉണ്ടാകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഉണ്ടാകുന്ന സൗണ്ട് ഇതാ ഇവിടെ പോയി തട്ടുന്നു, വീണ്ടും തിരിച്ചു വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തുമ്പോഴാണ് നമുക്ക് എന്ത് കേൾക്കുന്നത്? എക്കോ കേൾക്കുന്നത് അല്ലേ. അപ്പൊ നോക്കാം, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞാല് ഡി എന്ന് പറഞ്ഞാല്. പക്ഷെ എക്കോ കേൾക്കുന്ന സമയത്ത് നോക്കുക, ഇത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, പോയിട്ട് അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അടുത്തേക്ക് തിരിച്ചെത്തുന്നുണ്ട് അല്ലെ. നോക്ക്, ഇങ്ങോട്ടേക്ക് പോകുന്നു, തിരിച്ചെത്തുന്നു, പോകുന്നതും ഡി, തിരിച്ചു വരുന്നതും ഡി. അപ്പൊ ടോട്ടൽ ഇവിടെ എത്രയാ ഡിസ്റ്റൻസ്? 2d.
അതുകൊണ്ടാണ് എക്കോ കാണുന്ന സമയത്ത് ഇത് ആക്ച്വലി v is equal to d by t എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. പക്ഷെ എക്കോ കാണുന്ന സമയത്ത് v is equal to 2d divided by t എന്ന് എടുക്കുന്നു. ഓക്കെ, നമുക്ക് എന്താ കാണേണ്ടത്? ദാ ഇവിടെ നിന്നാണ് ഫയർ ക്രാക്കർ പൊട്ടിച്ചതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെ നിന്നാണ് കതിന പൊട്ടിക്കുന്നത്. ഇവിടെ പോയി തട്ടി, കതിന പൊട്ടിച്ചു, ഇവിടെ പോയി തട്ടി, വീണ്ടും ഇവിടെ എത്തുമ്പോ ഇവിടെ പൊട്ടിച്ചത് കേൾക്കാൻ വേണ്ടി പറ്റി. ഓക്കെ, പക്ഷെ നമുക്ക് കാണേണ്ടത് എന്താ? ഈ സ്ഥലവും തമ്മിലുള്ള ദൂരമാണ് കാണേണ്ടത്. അപ്പൊ 2D കാണേണ്ട ആവശ്യമുണ്ടാ? 2D എന്ന് പറയുമ്പോ പോവുകയും ചെയ്യുന്നുണ്ട്, തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് മാത്രം കണ്ടാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കണ്ടാൽ മതി? d കണ്ടാ മതി. അങ്ങനെയാണെങ്കിൽ v is equal to 2d divided by t. അതിനകത്ത് നിന്ന് d ന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണം. ആദ്യം എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ടീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. ഡിവൈഡഡ് ബൈ ടീനെ ഈക്വൽ ടുന്റെ അപ്പുറം കൊണ്ടുപോവുകയാണെങ്കിൽ എന്താകും? v ഇൻറ്റു ടി. ഡിവൈഡഡ് ബൈ ടീനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ടി ആവും. v ഇൻറ്റു ടി ഇസ് ഈക്വൽ ടു 2d എന്ന് വരും. നമുക്ക് എന്ത് മാത്രം മതി? d മാത്രം മതി. d നാട് വെക്കുക. ഇൻറ്റു ടുവിനെ എന്ത് ചെയ്യാം? ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇൻറ്റു ടു ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ 2 ആവും. അപ്പം d ഇസ് ഈക്വൽ ടു v ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ v എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. v ഇതാ 350 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. 350 ഇൻറ്റു ടൈം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 2. 350 ഇൻറ്റു 1 എത്ര തന്നെയായിരിക്കും? 350 തന്നെയായിരിക്കും. ഡിവൈഡഡ് ബൈ 2, 350ന്റെ പകുതി 175 മീറ്റർ ആണ് ഉത്തരം. ഓക്കെ, 175 മീറ്റർ. ഇനി നോക്കാം, ഇവിടെ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇതായിരുന്നു സൗണ്ടിന്റെ സോഴ്സ്. ഇവിടെ വെച്ചിട്ടാണ് ആ സൗണ്ട് ഉണ്ടായത് അല്ലേ? സൗണ്ട് ഉണ്ടായത് ഇവിടെ വെച്ചിട്ട്. ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇവിടെ പോയിട്ടാണ് പ്രതിപതിച്ച് തിരിച്ചു വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് ഇതും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ചോദിച്ചത്. ഇനിയിപ്പോ നിങ്ങളോട് ചോദിച്ചു സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണ് ചോദിച്ചതെന്ന് വിചാരിക്കുക. സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആകുമ്പോഴും 2d by 2 നമ്മൾ എന്നാ v ഇൻറ്റു ടി ഡിവൈഡ് ബൈ 2 ചെയ്യേണ്ട ആവശ്യമുണ്ടാ? സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് പറയുമ്പോൾ സൗണ്ട് ഇങ്ങോട്ടേക്ക് പോയിട്ട് അവിടെ നിൽക്കുന്നില്ലല്ലോ. സൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അതേപോലെ തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് കാണണം? 2d കാണണം. പക്ഷേ ആ ഒരു സോഴ്സും റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് കണ്ടാ മതി? d കണ്ടാ മതി. സൗണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് ആണെങ്കിൽ 2d കാണണം. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? 2d ഈസ് ഈക്വൽ ടു v ഇൻറ്റു ടി വരും. ഇനി ആ സൗണ്ട് ഉണ്ടായ സോഴ്സും അതുപോലെ തന്നെ ആ ഒരു പ്രതിപതന തലം റിഫ്ലക്റ്റിംഗ് സർഫസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ എന്ത് കാണണം? d കാണണം. അപ്പോഴാണ് v ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 2 എടുക്കേണ്ടത്. മാറിപ്പോരുത് കേട്ടോ. ഓക്കെ, ഇനി നോക്കുക, ഒരു മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാല് 20 ഹെഡ്സിനും അതുപോലെ തന്നെ 20,000 ഹെഡ്സിനും ഇടയിലായിരിക്കും ഒരു സാധാരണ കേൾവിശക്തിയുള്ള മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറഞ്ഞാല്. ഒരു സാധാരണ കേൾവിശക്തിയുള്ള മനുഷ്യന് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള ശബ്ദം കേൾക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പക്ഷെ 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ട് സാധാരണ ഒരു മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. ഇങ്ങനെയുള്ള സൗണ്ടിന് 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുന്നു. ഓക്കെ, 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെ അൾട്രാസോണിക് സൗണ്ട് എന്നും വിളിക്കുന്നു. നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നത് ഈ 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് ആണ്. ഇനി ചിലപ്പോ പറയും 20 ഹെഡ്സ് അതുപോലെ തന്നെ 20 കിലോ ഹെഡ്സ്, ഇതിനിടയിലുള്ള സൗണ്ട് മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുന്നത്. ശരിയാണോ? ശരിയാണ്. നോക്കുക, 20 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 20,000 ഹെഡ്സ് തന്നെയാണ് കേട്ടോ. അതായത് ഹെഡ്സിനെ നമ്മൾ കിലോ ഹെഡ്സിലേക്ക് മാറ്റുന്നു, അത്ര മാത്രമേ ഉള്ളൂ. 20 കിലോ ഹെഡ്സ് എന്ന് പറഞ്ഞാല് 20,000 ഹെഡ്സ് തന്നെയാണ്. ഓക്കെ, 20 ഹെഡ്സ് എന്ന് പറയുമ്പോൾ 20,000 കിലോ ഹെഡ്സ്. അപ്പം ഒന്നെങ്കിൽ പറയാം 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റുന്നെന്ന് പറയാം. അല്ലെങ്കിൽ എന്ത് പറയാം? 20 ഹെഡ്സിനും 20 കിലോ ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് ആർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുന്നു? മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുന്നു. ഈ 20 ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക?
20 കിലോ ഹെഡ്സിന് മുകളിലുള്ള സൗണ്ടിനെയാണ് എന്തെന്ന് വിളിക്കുക? അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുക. 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെയാണ് എന്തെന്ന് വിളിക്കുക? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കുക. അൾട്രാസോണിക് സൗണ്ടും ഇൻഫ്രാസോണിക് സൗണ്ടും പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസസ് ഒക്കെ പഠിക്കാനുണ്ട് ടെക്സ്റ്റിൽ, അതും കൂടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, എന്ന് നോക്കുക ഈ ഒരു ക്വസ്റ്റ്യൻ. If a wave traveling in air at a speed of 360 meter per second and has a wavelength of 60 meter, can human hear this sound? What is this type of sound known as? വായുവിൽ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു തരംഗത്തിന്റെ തരംഗദൈർഘ്യം 60 മീറ്റർ ആണെങ്കിൽ ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുമോ? ഈ ശബ്ദം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പൊ ഈ ശബ്ദം മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തറിയണം? അതിന്റെ ഫ്രീക്വൻസി അറിയണം അല്ലെ? അതിന്റെ ആവർത്തി അറിയണം. നമുക്കറിയാം 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലുള്ളത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു 360 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന സൗണ്ട്, അതുപോലെ തന്നെ 60 മീറ്റർ വേവ് ലെങ്ത് ഉള്ള സൗണ്ട്, അതിന്റെ ഹെഡ്സ്, അതിന്റെ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് 20 ഹെഡ്സിനും 20,000 ഹെഡ്സിനും ഇടയിലാണെങ്കിൽ അത് ആർക്ക് കേൾക്കാൻ വേണ്ടി പറ്റും? നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി കണ്ടുപിടിക്കണം. ഓക്കെ, ആവർത്തി കണ്ടുപിടിക്കണമെങ്കിൽ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? V is equal to F lambda. നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് അല്ലെ? V is equal to F lambda. ലാംഡ നമുക്ക് തന്നിട്ടുണ്ട് വേവ് ലെങ്ത്, അതുപോലെ തന്നെ വിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? എഫ് കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് ഇസ് ഈക്വൽ ടു ഈ ഇൻറ്റു ലാംഡ എന്ത് ചെയ്യാം? ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഇൻറ്റു ലാംഡ ഇങ്ങോട്ടേക്ക് വന്നാൽ എന്താകും? ഡിവൈഡഡ് ബൈ ലാംഡ ആവും. എഫ് ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ലാംഡ. വി എത്രയാണ്? വി സ്പീഡ് പറഞ്ഞിട്ടുണ്ട് 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോറി, 360. ഓക്കെ, 360 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ വി ഡിവൈഡഡ് ബൈ ലാംഡ എന്ന് വരുമ്പം 360 ഡിവൈഡഡ് ബൈ 60, 36 ഡിവൈഡഡ് ബൈ 6. എത്ര വരും? 36 ഡിവൈഡഡ് ബൈ 6 ഹെഡ്സ് വരും. ഇത് മനുഷ്യന് കേൾക്കാൻ വേണ്ടി പറ്റുവാ? ഒരിക്കലുമില്ല. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു 20 ഹെഡ്സിനും അതുപോലെ തന്നെ 20,000 ഹെഡ്സിനും ഇടയിലുള്ള സൗണ്ട് മാത്രമേ ആർക്ക് കേൾക്കാൻ വേണ്ടി പറ്റുള്ളൂ? നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂ. ഈ 6 ഹെഡ്സ് എന്ന് പറയുന്നത് ഇതിനിടയിൽ വരുന്നുണ്ടോ? ഇല്ല. 6 ഹെഡ്സ് എന്ന് പറയുന്നത് 20 ഹെഡ്സിനും താഴെയുള്ള ശബ്ദമാണ് അല്ലെ? 20 ഹെഡ്സിന് താഴെയുള്ളതും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല, 20,000 ഹെഡ്സിന് മുകളിലുള്ളതും നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഈ 6 ഹെഡ്സ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റൂല. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദിസ് ടൈപ്പ് ഓഫ് സൗണ്ട് ഈസ് നോൺ ആസ്? ഇങ്ങനെയുള്ള സൗണ്ടിനെ ശബ്ദങ്ങൾ എന്താ വിളിക്കുക? 6 എന്ന് പറയുമ്പോൾ 20 ഹെഡ്സിന് താഴെ, 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഓൾറെഡി പറഞ്ഞു, 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ടിനെ ഇൻഫ്രാസോണിക് എന്ന് വിളിക്കും. 20,000 ഹെഡ്സിന് മുകളിലുള്ളതാണെങ്കിൽ അൾട്രാസോണിക് എന്ന് വിളിക്കും. ഇവിടെ 6 എന്ന് പറയുന്നത് ഏതാണ്? 20 ഹെഡ്സിന് താഴെയുള്ള സൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ എന്തെന്ന് വിളിക്കും? ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. ഇനി ചോദിക്കാം, ഈ ഇൻഫ്രാസോണിക് സൗണ്ട് ഏത് നാച്ചുറൽ ഫിനോമിന കാരണമാണ് ഉണ്ടാകുന്നതെന്ന്? സീസ്മിക് വേവ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താ? എർത്ത് ക്യുക്ക് ഒക്കെ എന്താണ്? ആക്ച്വലി സീസ്മിക് വേവ് ആണ്. ഈ സീസ്മിക് വേവ് എന്നൊക്കെ പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് ആണ് കേട്ടോ. എർത്ത് ക്യുക്ക് പോലെയുള്ള ഈ നാച്ചുറൽ ഫിനോമിന ഒക്കെ എന്താണ്? ഈ ഒരു ഇൻഫ്രാസോണിക് സൗണ്ട് ആണ്. സീസ്മിക് വേവ് ഇൻഫ്രാസോണിക് സൗണ്ട് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിന് വരാൻ വേണ്ടി ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് റിഫ്ലക്ഷൻ, മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ, അതുപോലെ തന്നെ റിവർബറേഷൻ, അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക? ടെക്സ്റ്റ് വായിച്ചിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എത്രമാത്രം പ്രോബ്ലംസ് ചെയ്ത് പരിശീലിക്കുന്നോ അതിനനുസരിച്ച് മാത്രമേ നമുക്ക് എക്സാം ഹാളിൽ അതുപോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? മാക്സിമം ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ ഈ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട്, എന്തിനാണ് നമ്മൾ സീലിങ്സ് ഒക്കെ വളച്ച് നിർമ്മിച്ചിരിക്കുന്നത്, സൗണ്ട് ബോർഡ് വെക്കുന്നത്, അതൊക്കെ എന്താണ്? റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. റിവർബറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.